ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഒരു പാനിൽ വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് ഒരു കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, ഇതോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ നമുക്ക് വേണ്ട ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ കോരി മാറ്റാം. കോരി മാറ്റിയ കഷ്ണങ്ങൾ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇനി ഈ കഷ്ണങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർക്കുക. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ട് നന്നായി വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇതിനു വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനായി വേണ്ട പ്രധാന ചേരുവകൾ സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അളവ് ഓരോന്നും ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. ആദ്യമായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അടുത്തതായി ചെറുതായി അരിഞ്ഞ് 1 പച്ചമുളക് ചേർക്കുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് സോസുകൾ ഓരോന്നായി ചേർക്കാം. ആദ്യം 1 ടീസ്പൂൺ സോയാ സോസ്,
1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. ഇത്രയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ക്യൂബ്സായി അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും 1/2 കപ്പ് വീതം ചേർത്ത് നന്നായി ഇളക്കുക. ഈ സമയം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു കോൺഫ്ലവർ മിക്സ് തയ്യാറാക്കുക. എന്നിട്ട് ഈ കോൺഫ്ലവർ മിക്സ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി ഏകദേശം തിക്കായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടാതെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഒന്നിളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവറിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. അവസാനമായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വളരെ വൈകാതെ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.